തിരുവനന്തപുരം ജില്ലയിലെ ഒരു അടിപൊളി വിനോദസഞ്ചാര കേന്ദ്രമാണ് പൊന്മുടി എന്ന് പറയുന്നത്. ആ ഒരു പൊന്മുടിയിലെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറെക്കാലത്ത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പൊന്മുടി ഒന്ന് കാണണം എന്നുള്ള കാര്യം. തിരുവനന്തപുരത്ത് പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും പൊന്മുടിയെക്കുറിച്ചുള്ള അറിവുകൾ ഈ അടുത്ത കാലത്താണ് എനിക്ക് ലഭ്യമായത്. പ്രകൃതി സൗന്ദര്യത്താൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് പൊന്മുടിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഏറെ കാലഘട്ടത്തിലെ കാത്തിരിപ്പിന് ശേഷം ഇതാ തിരുവനന്തപുരത്തെ പൊന്മുടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പോകും വഴികളിലൊക്കെ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ പൈസനോട് ഞാൻ പറയുകയായിരുന്നു, വാഹനം നിർത്തി നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ വഴിയാണെങ്കിൽ പോലും സൈഡിൽ ഞങ്ങൾക്ക് അത്യാവശ്യം വീതി നിറഞ്ഞ ഒരു ഭാഗത്ത് ഞങ്ങൾ വാഹനം നിർത്തി ഈ ഒരു മനോഹരമായ ദൃശ്യഭംഗി എൻ്റെ ക്യാമറയിൽ ഞാൻ പകർത്തുകയായിരുന്നു. പൊന്മുടിയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഒത്തിരിയേറെ മലനിരകളുടെ വലിയൊരു സമുച്ചയമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പോകും വഴികൾ മുഴുവനും കാനനപാതയാണ്. പോകും വഴികളെല്ലാം അതിമനോഹരമായിട്ട് ഞങ്ങൾക്ക് കാണപ്പെടുകയായിരുന്നു. കേരളത്തിലെ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പൊന്മുടി എന്ന് പറയുന്നത്. ദീർഘദൂരം യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് ഈ മലമുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഈ പൊന്മുടിയുടെ സൗന്ദര്യം മുഴുവൻ എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ മലനിരകളിലാണ് ഈ പൊന്മുടി എന്ന് പറയുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും അടങ്ങിയിരിക്കുന്നത്. അത് നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ടതാണ്, വീഡിയോ കണ്ട് ആസ്വദിക്കേണ്ട ഒന്നല്ല. എങ്കിലും ചാനലിലൂടെ ഒന്ന് ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരിട്ട് കാണുവാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട കേരളത്തിലെ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുവാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. പൊന്മുടിയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ഭാഗത്തെ ഒരു റിസോർട്ടാണ്. ഏതാനും റിസോർട്ടുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭ്യമാകുന്നുണ്ട്. അത് സർക്കാർ വകയാണ് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെയുള്ള താമസസൗകര്യവും കാര്യങ്ങളും ഒക്കെ ഒരുക്കി ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം താഴേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ റിസോർട്ടിലൂടെയൊക്കെ സഞ്ചരിക്കാൻ നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഇരിപ്പിടം എനിക്ക് ഏറെ ആകർഷകത്വം നൽകുന്നതായിട്ട് തോന്നിയത്. മുകൾ ഭാഗവും താഴ്ഭാഗത്തെ ഇരിപ്പിടവും ഒക്കെ വ്യത്യസ്തത നിറഞ്ഞതായിട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. നല്ല ബലവത്തായ മുളകൾ കൊണ്ടാണ് ഈ ഇതിൻ്റെ റൂഫ് ഭാഗവും അതോടൊപ്പം തന്നെ ഇരിപ്പിടവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ ഒരു ഞാൻ എൻ്റെ വീഡിയോയിൽ പൂർണ്ണമായിട്ട് പകർത്തുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. റിസോർട്ടിൻ്റെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ മലനിരകളുടെ ഒരു സൈഡ് ഭാഗത്തായിട്ട് മനോഹരമായൊരു ആംബിയൻസിലാണ് ഈ ഒരു ഭാഗം നിലകൊള്ളുന്നത്. ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ലഭ്യമായിട്ടില്ല, ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുമില്ല. ഒരു ദിവസം ഈ ഒരു ഭാഗത്ത് സ്റ്റേ ചെയ്യുന്നതിന് എത്ര രൂപ കൊടുക്കണം, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുക എന്നുള്ളതല്ല, മറിച്ച് പൊന്മുടി എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നേരത്തെ കേട്ടുകേൾവി മാത്രമായിട്ട് നിലകൊണ്ട മനോഹരമായ ഈ ഒരു സ്ഥലം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഈ മലനിരകളുടെ ഈ ഒരു താഴ്ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങളും ഞങ്ങളുടെ വാഹനം ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പാറയുടെ ഭാഗത്തേക്ക് ഞങ്ങൾ കയറുകയായിരുന്നു. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് പയ്യസും ആദ്യമായിട്ടാണ് പൊന്മുടിയിലെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പ്രദേശം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ചെങ്കുത്തായ ആ പാറയിലൂടെ അതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. താഴ്വാരങ്ങളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വിശാലമായ ആ പാർക്കിംഗ് ഏരിയ മുഴുവനും വീഡിയോയിൽ ഒറ്റയടിക്ക് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചുറ്റുപാടും മലനിരകളാണ് കാണുവാൻ സാധിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ നല്ല മനോഹരമായ മലനിരകളാൽ സമ്പന്നമാണ് പൊന്മുടിയുടെ ഈ ഒരു ഭാഗമെന്ന് പറയുന്നത്.
ഓരോ ദിവസവും ധാരാളം ആളുകളാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത്. ഒരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള നിലയിലാണ് നമുക്ക് ഈ ഒരു ഭാഗം എക്സ്പ്ലോർ ചെയ്യുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് പൊന്മുടിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത്. 4 മണിയാകുമ്പോൾ ഈ ഭാഗത്തുനിന്ന് എല്ലാവരെയും ക്ലിയർ ചെയ്യും. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാനന പാതയിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത്. നേരം ഇരുട്ടി തുടങ്ങുന്ന സമയം മുതൽ ഈ ഒരു ഭാഗത്തേക്കുള്ള വന്യമൃഗങ്ങളുടെ ശല്യങ്ങളോ വിഹാര കേന്ദ്രങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഗവൺമെൻറ് അധികാരികൾ ഇതിൻ്റെ കാര്യത്തിൽ വളരെയധികം സ്ട്രിക്റ്റ് പാലിക്കുവാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ നന്മയെ കരുതി തന്നെയാണ് രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം ഈ ഒരു ഭാഗത്തേക്ക് അനുവദിക്കാതിരിക്കുവാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു ഭാഗത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പൊന്മുടി കാനന പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മളെ കടത്തിവിടുന്ന രാവിലത്തെ സമയം 8:30 വൈകുന്നേരം 4 മണിയോടുകൂടി അവിടുത്തെ എൻട്രൻസ് ക്ലോസ് ചെയ്യും. പിന്നെ ഏത് രീതിയിലുള്ള ശുപാർശ പാലിച്ചാൽ പോലും നമുക്ക് അതിലേക്കുള്ള എൻട്രൻസ് അസാധ്യമാണ്. കാരണം ഞങ്ങൾ തലേദിവസം എത്തിച്ചേർന്നായിരുന്നു. കൃത്യം 4:15 ഞങ്ങൾ എത്തിച്ചേർന്നത്. 4 മണിക്ക് ശേഷം അങ്ങോട്ടുള്ള പ്രവേശനം ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം ചെക്ക് പോസ്റ്റ് അധികാരികളിൽ നിന്ന്, പോലീസുകാരിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. പലരും അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ശുപാർശയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് രാഷ്ട്രീയ അധികാരികളുടെ പേരിലും അല്ലാത്ത അധികാരികളുടെ പേരിലുമൊക്കെ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്താൻ നോക്കുന്നതൊക്കെ കാണുവാൻ സാധിച്ചു. അവിടെയൊന്നും വില പോവുകയില്ല എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും പോകുന്നുണ്ടെങ്കിൽ 4 മണിക്ക് മുമ്പ് അവിടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. 4:30 ആ ഒരു ഭാഗത്തുനിന്ന് ആൾക്കാരെ ക്ലിയർ ചെയ്ത് താഴേക്ക് ഇറക്കുകയും ചെയ്യും. 6 മണിയോടുകൂടി അവിടുത്തെ ആ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും എന്നുള്ള കാര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഈ ഒരു ഭാഗത്ത് കടന്നു വരുമ്പോൾ ചെക്ക് പോസ്റ്റിൽ നമുക്ക് ചെറിയൊരു ഫീസ് ഇനത്തിൽ 40 രൂപ വാഹനത്തിന്, 4 വീലർ ആണെങ്കിൽ 40 രൂപയും 2 വീലർ ആണെങ്കിൽ 20 രൂപയും, ഒരു വ്യക്തിക്ക് അഡൽട്ട് ആണെങ്കിൽ 40 രൂപയാണ് നൽകേണ്ടത്. ആ ഒരു ഫീസ് ഇനത്തിലാണ് നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ പൊന്മുടി എന്ന് പറയുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം വന്ന് കാണുവാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വരുവാനും സാധിക്കും. ഇതിനു വേണ്ടി നമ്മുടെ സ്വന്തം KSRTC ഇതാ ഒരു ബസ്, അതും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏർപ്പാട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. നിസ്സാര നിരക്കിൽ നമുക്ക് പൊന്മുടി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുവാനാണ് സാധിക്കും. ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന സമയത്ത് 3 ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുവാൻ ഇടവരികയുണ്ടായി. നിശ്ചിത മണിക്കൂറുകളാണ് ഇവിടെ സമയം ചെലവഴിക്കുവാൻ അവർ അനുവദിക്കുക. കാരണം ഗ്രൂപ്പായിട്ട് വരുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും പൊതു തത്വങ്ങൾ തീർച്ചയായിട്ടും പാലിച്ചേ പറ്റുകയുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് സമയം ചെലവഴിക്കുവാനൊന്നും സാധിക്കുകയില്ല. എങ്കിലും നമുക്ക് ഇവിടെ സമയം അത്യാവശ്യം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു ട്രിപ്പ് വഴിയായിട്ട് അവർ ഒരുക്കി തരുന്നുണ്ട്. അതനുസരിച്ച് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായി ഈ സ്ഥലം ഏറ്റവും ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരികെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു ബസ് ഡ്രൈവർമാരിലും കണ്ടക്ടർമാരിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പെരുമാറ്റം ഇവിടെ ഈ ഒരു ബസ്സിൽ വരുന്നവരോട് അവർ പ്രകടമാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അവർ ബസ് ഇറങ്ങുമ്പോൾ തന്നെ നല്ല നിർദ്ദേശങ്ങൾ നൽകും. ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയും ഒപ്പം ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുവാൻ അവർ കാണിക്കുന്ന വലിയ താല്പര്യം കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നെങ്കിൽ പോലും അവർ നല്ല സൗഹൃദപരമായ രീതിയിലാണ് നമ്മളോട് പെരുമാറുകയും നമുക്ക് വേണ്ടി ഫോട്ടോ ഒക്കെ എടുത്തു തരികയൊക്കെ ചെയ്യുന്നത്. അതുപോലെ നല്ല ട്രെയിനിങ് കൊടുത്തതിന് ശേഷമായിരിക്കാം ഇവരെ ഈ ഒരു ഭാഗത്തേക്കുള്ള ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ജോലിക്കായിട്ട് നിയമിക്കുന്നത് എന്നുള്ള രീതി ഞാൻ മനസ്സിലാക്കുകയാണ്. അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നാണ് ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സർവീസിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ പ്രകടമാക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഈ പൊന്മുടി എന്ന് പറയുന്ന മനോഹരമായ ഈ സ്ഥലത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ ഏതു ഭാഗത്തുള്ള ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ എൻ്റെ പ്രേക്ഷകര്,
തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ഈ ഒരു പൊന്മുടി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. കുറച്ച് മണിക്കൂറുകൾ മാത്രം, 2-3 മണിക്കൂറുകൾ മാത്രം നമ്മളിവിടെ ചെലവഴിച്ചാൽ മതിയാവും. അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചോളം ട്രെക്കിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മലനിരകളുടെ ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ ട്രെക്കിംഗ് ആയിട്ട് കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് അനുവദിച്ച് നൽകുന്നുണ്ട്. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു 3 മണിക്കൂറുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു ഭാഗം കണ്ടു തീർക്കുവാൻ സാധിക്കും. ഞാൻ അധികം ട്രെക്കിംഗ് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. നടക്കാനുള്ള മടി കൊണ്ടായിരിക്കാം. ഏതായാലും നമുക്ക് ട്രെക്കിംഗ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും 3 മണിക്കൂർ ദൈർഘ്യം കൊണ്ട് ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. കാരണം ചുറ്റുപാട് മലനിരകളാണ്. അതിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനുണ്ട്. ഏകദേശം 4 ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പൊന്മുടിയിലെ മൊത്തം ഒരു എക്സ്പ്ലോറേഷൻ നമുക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം പാറമേൽ കയറി അതിന് ടോപ്പ് ഭാഗത്തുള്ള വീഡിയോ ഞാൻ പകർത്തി. അതിനുശേഷം വേറൊരു ഹിൽ ഏരിയ ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നുകൊണ്ടും നമുക്ക് ഇതുപോലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്താണ് ഇതിൻ്റെ പവർ സ്റ്റേഷൻ, സെക്യൂരിറ്റി സെക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഏതാനും സെക്യൂരിറ്റി ജീവനക്കാർ, പോലീസുകാർ താമസിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഭാഗമൊക്കെ നിരീക്ഷിക്കുവാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് അവർ സെക്യൂരിറ്റി എന്നുള്ള നിലയിൽ അവരവിടെ താമസിക്കുക. അവിടുത്തെ കാര്യങ്ങളൊക്കെ വയർലെസ് സംവിധാനം വഴിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏതായാലും ആ ഒരു ഭാഗത്തേക്ക് മാത്രം വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല. ഗേറ്റ് വെച്ച് അതിൻ്റെ മുൻഭാഗത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് വിനോദസഞ്ചാരികൾക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്. ഏതായാലും അതിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അതും ഈ ഒരു മലയുടെ ടോപ്പ് ഭാഗം തന്നെയാണ്. അവിടെയാണ് ഈ ഒരു ക്യാബിനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് മനോഹരമായ ദൃശ്യഭംഗികളും കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം ആളുകളാണ് പൊന്മുടി എന്ന് പറയുന്ന ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം അന്വേഷിച്ച് ഇവിടെ എത്തിച്ചേരുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ഒത്തിരിയേറെ മനോഹരമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യാത്രക്കാർ കൂടുതലായിട്ട് കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കി ടൂറിസം വകുപ്പ് ഈ ഒരു ഭാഗം വളരെ മനോഹരമായിട്ട് ഇന്ന് അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. റോഡുകളാണെങ്കിലും വളരെ മനോഹരമായിട്ട് ടാർ ചെയ്ത്, വീതി കുറവാണ് എങ്കിൽ പോലും 2 വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും വീതിയുള്ള സ്ഥലം നോക്കി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിൽ മനോഹരമായ റോഡുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഇവിടം വരെ നല്ല റോഡുകളാണ് ഞാൻ കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല റോഡിലൂടെ ഇവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. കാനന പാതയാണ്. അതിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡ്രൈവിങ് ഇതിവിടെ നമുക്ക് സാധ്യതമാകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായൊരു പ്രദേശമാണ് പൊന്മുടി നമുക്ക് സമ്മാനിക്കുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രദേശം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഈ ഭാഗം മുഴുവനായിട്ടും ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ്. എങ്കിലും കാനനപാത ആയതുകൊണ്ട് അതിൻ്റെയും കീഴിലായിട്ട് ഇതിൻ്റെ സെക്യൂരിറ്റി സെക്ഷൻ മുഴുവനും വർത്തിക്കുന്നുണ്ട്. അങ്ങനെ സംയോജിപ്പിച്ചാണ് ഇതിൻ്റെ പൂർണ്ണ സുരക്ഷിതത്വം, ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തി വരുന്നത്. ഏതായാലും വിനോദസഞ്ചാരികളെ സംബന്ധിച്ചോളം നല്ലൊരു പർദീസ അനുഭവമാണ് ഈ ഒരു ഭാഗം നമുക്ക് നൽകുന്നത്. കാരണം ഏതു സമയത്ത് വന്നാലും ഇളം കാറ്റ് അതിനെ തഴുകി നമുക്ക് സമയം ചെലവഴിക്കുവാൻ ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധാരാളം ടൂറിസ്റ്റ് ബസ്സുകൾ ഇട ദിവസങ്ങളിൽ പോലും ഈ ഒരു ഭാഗത്ത് കടന്നു വരാറുണ്ട്. നല്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിൽ നിന്ന് പോലും കുട്ടികളെയും കൊണ്ട് അധ്യാപകർ ഈ ഒരു ഭാഗത്തേക്ക് കടന്നു വരാറുണ്ട്. ഏറെ സമയം ഇവിടെ ചെലവഴിക്കാൻ സാധിക്കും. ഒപ്പം ആഹാരമായിട്ട് വരുന്നവർക്കാണെങ്കിൽ മറ്റൊരു വൈബാണ് ഈ ഒരു പ്രദേശത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം സ്കൂളുകളിൽ നിന്നൊക്കെ വരുന്നവർ ഭക്ഷണപ്പൊതികളുമൊക്കെ ആയിട്ട് ഇവിടെ വരികയും ഇവിടുത്തെ ഇളം കാറ്റിലിരുന്നു കൊണ്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രകൃതി സൗന്ദര്യം കാര്യങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നല്ല ഒരു അനുഭവമായിരിക്കും പൊന്മുടി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിന് അകത്തും പുറത്തുമൊക്കെയായിട്ട് താമസിക്കുന്ന പ്രിയപ്പെട്ട വിനോദസഞ്ചാരികളെ ഈ ഒരു ഭാഗം കാണാതെ പോകരുതേ.